ഹലോ ഗൈസ്, ഇന്ന് വന്നിട്ടൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. രാവിലെ നേരത്തെ നീച്ച് വന്ന് പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം ടി വി ഇരുന്ന് കാണുന്ന എന്നെപ്പോലെയുള്ള എത്ര പേരുണ്ട്? എത്ര വയ്യെങ്കിലും നേരത്തെ നീക്കുക എന്നുള്ളത് അതൊരു ശീലമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പണികളൊക്കെ ഏകദേശം നേരത്തെ തന്നെ കഴിയാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ബുധനാഴ്ച ദിവസമാണ് കേട്ടോ. സാനുക്കുട്ടിക്ക് കളർ ഡ്രസ്സായിരുന്നു. രാവിലെ ടി വി കാണുക എന്നുള്ളതൊരു ശീലമൊന്നുമല്ല കേട്ടോ. ഞാനിപ്പോൾ രാവിലെ ഒന്നും സത്യം പറഞ്ഞാൽ നമുക്ക് ടി വി ഒന്നും മിക്ക ഒഴിവ് കിട്ടാറില്ല. ഇന്നിപ്പോൾ വെറുതെ ഒന്ന് വെച്ച് നോക്കിയതാണ്. അപ്പോൾ ഇതാ നമ്മുടെ സനുക്കുട്ടിയുടെ ഡ്രസ്സ് കുറേ മുന്നേ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഇട്ടപ്പോൾ അവൾക്ക് കറക്റ്റായിരുന്നു. പിന്നെ ഇത് അച്ഛൻ മരുമങ്കോവെന്ന് നല്ല ശർക്കര പായസം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, നല്ല കട്ടി മധുരം പായസമാണ് കേട്ടോ. രാവിലെ ഞാൻ സനുവിന് ദോശയും ഓടയും പപ്പടമാണ് കേട്ടോ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു കോമ്പിനേഷനും ഇല്ലാത്തതാണ്. പക്ഷേ ഇവർക്ക് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇഷ്ടമുള്ളത്. സനുക്കുട്ടി കഴിക്കുമ്പോൾ അതേ കുഞ്ഞാറ്റ 1-2 വായൊക്കെ കഴിക്കാറുണ്ട്. കൂടുതൽ ഓടയാണ് കേട്ടോ അവൾക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ ഞാൻ ഓട തരണമെങ്കിൽ ദോശ വേണമെന്ന് പറഞ്ഞിട്ട് ദോശ ഓരോ പൊട്ടൊക്കെ കഴിക്കാനതാണ് കാണുന്നത്. ഈ ഒരു റെഡ് ഉടുപ്പ് ഷോൾ കൊണ്ടാണ് കേട്ടോ അടിച്ചിട്ടുള്ളത്. അതിലത്തെ ആ കല്ല് വെച്ചിട്ട് വെള്ള കല്ല് വെച്ചിട്ട് അവളുടെ മാലയുടെ മുത്തായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ തുന്നി പിടിപ്പിച്ചതാണ് കേട്ടോ. പക്ഷേ അത് ഫുള്ള് ഫിനിഷ് ആക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതാ കണ്ടില്ലേ, നമ്മുടെ കുഞ്ഞാറ്റയുടെ കയ്യിൽ മുറി കോഴി കൊത്താൻ വന്നപ്പോൾ അവൾ ഓടിയതാണ്. അപ്പോൾ പെട്ടെന്ന് വീണതാണ് കേട്ടോ. കൈ അങ്ങനെ നന്നായിട്ട് ഉരഞ്ഞിട്ടുണ്ടായിരുന്നു. സനുവിൻ്റെ മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഫുള്ള് കണ്ണിൻ്റെ അവിടേക്കായിട്ട് കിടക്കുമ്പോൾ ഞാൻ ചീത്ത പറയുമായിരുന്നു. ഇങ്ങനെ ഫുള്ള് ഞാൻ മുടി വെട്ടിക്കളയും, കണ്ണിൻ്റെ അവിടേക്കൊക്കെ കയറ്റി വെക്കാനേ സമ്മതിക്കില്ല, സ്ലൈഡ് കുത്താൻ എപ്പോഴും ഇങ്ങനെ പരത്തിയിടണം. അപ്പോൾ അവൾ എന്നെയാണ് ചീത്ത അറിയില്ല. അമ്മ എൻ്റെ മുടി വെട്ടി ഞാൻ അമ്മയുടെ മുടിയൊക്കെ വെട്ടും. അവൾക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ മുടി വെട്ടുന്നത്. പക്ഷെ അതൊന്ന് കെട്ടി വെക്കാനോ മോളിക്ക് ആക്കി വെക്കാനോ ഒന്നിനും സമ്മതിക്കില്ല. അതിൻ്റെ ഇടയിൽ ഇതാ കുഞ്ഞാറ്റ സനുവിനെ തല്ലും പിടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ സനു. എന്തിനാ കുഞ്ഞാ തല്ലി? ഒരു ഉമ്മോർ ചേച്ചിക്ക്. ഓ ചേച്ചിക്ക് ഒരു ഉമ്മോർക്ക്, ഒരു ഉമ്മോക്ക്. വീഴും പിച്ചിലെങ്കിൽ വീഴും. ഒരു ഉമ്മോർക്ക് ചേച്ചിക്ക്. കണ്ണെഴുതി കഴിഞ്ഞാൽ പിന്നെ എന്നും ഇങ്ങനെയാണ് കേട്ടോ. ആകെ കോളാവുക, എഴുതണ ഒരു വൃത്തി മാത്രമുണ്ട്. എങ്ങനെയായാലും കണ്ണിൻ്റെ ഉള്ളിലേക്ക് പരക്കണേന്നറിയില്ല, ആകെ വൃത്തികേടാവും. പിന്നെ എന്താ, ഞാൻ രാവിലെ തന്നെ ആ പായസമായിട്ട് കഴിച്ചിട്ട് അടിപൊളി ടേസ്റ്റായിരുന്നു. എന്താ പറയുക, ആ ശർക്കരയുടെ കുത്തും അതുപോലെ ആ പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പായസം ഉണ്ടല്ലോ എന്ത് കുത്ത് മധുര വെച്ചിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ കണ്ട് ഡയറ്റിംഗ് ഒക്കെ മറന്നു പോവുക. സൂപ്പറായിട്ടോ, രസമുണ്ടോ? ഈ ഒരു പാത്രം നിറച്ച് പായസം ഉണ്ടായിരുന്നു. രാത്രി ഇരുന്ന് കഴിക്കണ്ടായിരുന്നു. സൂപ്പറായിട്ടോ പിന്നെ ഇതേ ഞങ്ങൾ സൂപ്പറായിണ്ട്. ഞങ്ങളുടെ പായസം രസമുണ്ടോ? ഭയങ്കര മധുരാട്ടോ. അടിപൊളി. ഇന്നത്തെ ചേലക്കര വർക്കിനല്ല കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ചേലക്കരയിൽ ഒരു ചെറിയൊരു പ്രോഗ്രാമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അതായത് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നെഹ്റു യുവകേന്ദ്ര തൃശ്ശൂരിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ചേലക്കരയിൽ ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ചേലക്കര ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ്, അതുപോലെ തന്നെ ചേലക്കര ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവയിലെ NSS യൂണിറ്റുകളുടെയും സഹകരണത്തോടെയാണ് നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. നെഹ്റു യുവകേന്ദ്ര തൃശ്ശൂർ ജില്ലാ യൂത്ത് ഓഫീസർ ബിൻസി മാഡം നമുക്ക് മാസ്കും അതുപോലെ ക്യാപ്പ്, ഗ്ലൗസ്, ബാഗൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു മടിയും കൂടാതെ എല്ലാ പിള്ളേരും നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഏതൊരു പരിപാടിക്ക് മുന്നും സെൽഫി എടുക്കലും ഫോട്ടോഷൂട്ടും അത് നിർബന്ധമാണല്ലോ. അതൊരു മടിയും കൂടാതെ എല്ലാവരും കറക്റ്റായിട്ട് നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ വീഡിയോസൊക്കെ എടുത്ത് കൂട്ടുന്നുണ്ടായിരുന്നു. നമ്മളിവിടെ ചേലക്കര ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നത്.
ഈ ഒരു ചേലക്കര സ്റ്റാൻഡിൻ്റെ എല്ലാ ഭാഗവും ഒരു മടിയും കൂടാതെ തന്നെയാണ് കേട്ടോ ഈ പിള്ളേർ വൃത്തിയാക്കിയിട്ടുണ്ടാകുന്ന. ഓട്ടോ സ്റ്റാൻഡ് ആയാലും അതല്ല എല്ലാ സ്ഥലവും ഒരു കടയുടെ ഫ്രണ്ടിലായാലും ഒക്കെ നല്ല നീറ്റോടും വൃത്തിയോടും കൂടിയിട്ട് തന്നെയായിരുന്നു കേട്ടോ വൃത്തിയാക്കുന്നുണ്ടായിരുന്നത്. നെഹ്റു യുവകേന്ദ്രയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സംസാരിക്കുന്നുണ്ടോ? നിസ്സഹരിക്കുന്ന ആളുകൾക്ക് ഒരു മനസ്സൊന്ന് മാറി കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. എല്ലാ പിള്ളേരെയും ഒന്നിച്ച് വിടാണ്ട് ഓരോ സെക്ഷനായിട്ടാണ് ഒരു 4-5 പേര് അങ്ങനെ അടങ്ങുന്ന ഗ്രൂപ്പായിട്ടാണ് കേട്ടോ തിരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് ഒരു പ്ലാസ്റ്റിക്കുകൾ കളക്ട് ചെയ്യാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഒരു 3 ഗ്രൂപ്പ് അല്ലെങ്കിൽ 4 പേരൊക്കെ അടങ്ങുന്ന കൂട്ടങ്ങളായിട്ടാണ് കേട്ടോ തിരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർ ഇത്രയും പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ടുവന്നപ്പോഴാണ് ഇവിടെ ഇത്രയും ഇതിലേറെ പ്ലാസ്റ്റിക് കവറുകൾ കിടക്കുന്നുണ്ടെന്ന് നമ്മൾ തന്നെ കാണുന്നത്. അപ്പോൾ ഒരു മടിയും കൂടാതെ തന്നെയാണ് കേട്ടോ ഇവർ എല്ലാ സ്ഥലത്തു നിന്നും പ്ലാസ്റ്റിക് കവറുകളും ഒരു കുപ്പി ആയാൽ പോലും അവർ പറക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ എടുത്തു കാണിക്കുന്നത് ഒരു NSSൻ്റെ കൂട്ടായ്മ തന്നെയാണ്. അത്യാവശ്യം ഈ കവർ ഫുള്ളും അവർ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സ്ഥലം പോലും ഒഴിവാക്കാതെ എല്ലായിടത്തെയും പ്ലാസ്റ്റിക്കുകളും കവറുകളൊക്കെ അവർ പെറുക്കി കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഇത്രത്തോളം ഉണ്ടായിരുന്നു കേട്ടോ. ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരവും അതുപോലെ തന്നെ വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയോരങ്ങളൊക്കെ നമ്മളവിടെ ശുദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 12 മണി വരെയൊക്കെയാണ് കേട്ടോ ഇവിടെ ഈ ഒരു പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ അവസാനം അവർക്ക് വെള്ളം കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. എന്താണെന്നറിയില്ല, അവിടുത്തെ ആ ഏകദേശം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. ആ വെള്ളം കുടിക്കലിലൊന്നും എൻ്റെ വിശപ്പ് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നേരെ വീട്ടിൽ വന്ന് ഉള്ള കറികളൊക്കെ കൂട്ടി വെട്ടി മെഴുങ്ങന്നെയായിരുന്നു. അതോ ഇന്ന് 1-ൽ കൂടുതൽ കറികൾ ഉണ്ടായിരുന്നു കേട്ടോ. മുരിങ്ങയില കൂട്ടാനും അതുപോലെ വഴുതനങ്ങ ഉപ്പേരി, മീൻ വറുത്തത്, മീൻ കറി, അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ഇതേം വരുമ്പോൾ ഞാൻ കുറച്ച് മഷ്റൂം കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അത് ഞാൻ മസാലക്കറി പോലെയാണ് വെക്കണത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഭയങ്കര വിശപ്പുള്ള കാരണമെന്ന് അറിയില്ല, അടിപൊളി ടേസ്റ്റായിരുന്നു. അതങ്ങനെയാണല്ലോ, നമ്മൾ വെച്ച് ഇതാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഏറുകയല്ലേ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ആകെ ടയേർഡായിട്ട് ഇന്നത്തെ ഒരു വിശേഷം ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ.